അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവൂർ. പരിശുദ്ധ റമദാൻ മാസത്തിലെ റമദാനുമായി ബന്ധപ്പെടുന്ന 2-3 കാര്യങ്ങൾ പറയാം. അതായത് റമദാൻ മാസത്തിൽ സാധാരണ നമ്മൾ പറയുന്നൊരു വലിയൊരു അബദ്ധമുണ്ട്. അതായത് നമ്മൾ പറഞ്ഞിട്ട് അങ്ങനെ അബദ്ധമായതാണ്. അതിൽ ഒന്നാമത്തെ ഒരു അബദ്ധം, നമ്മൾ ഈ നോമ്പ് നോൽക്കുന്നത് പട്ടിണി കിടക്കുന്നവരുടെ, ദാരിദ്ര്യം കിടക്കുന്നവരുടെ വേദന അറിയാനാണ്. ആ രീതിയിൽ ഇതിന് വേണ്ടിയിട്ടാണ് നോമ്പ് നോൽക്കുന്നത് എന്നൊരു രീതിയിൽ നമ്മളൊരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. അതായത് ലോകത്ത് എത്രയോ രാജ്യങ്ങളിൽ എത്രയോ ആളുകൾ പട്ടിണി കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോമ്പെടുക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണ്? അവരുടെ പട്ടിണി അറിയാൻ, ആ പട്ടിണിയോട് ഐക്യപ്പെടാനാണ് എന്നുള്ളത്. സത്യത്തിൽ ഈ നോമ്പ് നമുക്ക് നിർബന്ധമാക്കിയത് പട്ടിണിയോട് ഐക്യപ്പെടാനോ പട്ടിണി കിടക്കുന്നതിൻ്റെ വേദന അറിയാനാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ പട്ടിണി കിടക്കുന്നവർ നോമ്പ് നോക്കണോ? അവർക്കല്ലെങ്കിലേ പട്ടിണി ഉണ്ടല്ലോ. അപ്പോൾ നോമ്പ് നോൽക്കാനുള്ളൊരു മാനദണ്ഡം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞൊരു വാക്യം ഇങ്ങനെയാണ്: കുത്തിബ അലൈക്കുമുസ് സിയാമു, നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് വേറെ ക്വസ്റ്റ്യനൊന്നുമില്ല. നോമ്പ് നമുക്ക് നിർബന്ധമാണോ? നമ്മൾ ചെയ്യുക. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും നോമ്പ് നിർബന്ധമാക്കി, നിങ്ങൾക്ക് മുൻപുള്ള സമുദായങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. പല മതങ്ങൾക്കും നോമ്പുള്ള നമുക്ക് കാണാമല്ലോ, പല രീതിയിലാണെങ്കിലും. ലഅല്ലക്കും തത്തഖൂൻ, അതാണ് കാരണം, നിങ്ങൾ ഭക്തിയുള്ളവരായേക്കാം. ലഅല്ലക്കും എന്ന വാക്കിനർത്ഥം നിങ്ങളാകും എന്ന് ഉറപ്പൊന്നും പറയുന്നില്ല. ലഅല്ലക്കും തത്തഖൂൻ, മേ ബി നിങ്ങൾ എന്തായേക്കാം, ഭക്തിയുള്ളവരായേക്കാം. ഇതാണ് നോമ്പെടുക്കുന്നതിൻ്റെ മാനദണ്ഡം. അല്ലാതെ നമ്മുടെ ശാരീരിക ആരോഗ്യം നന്നാക്കാനോ അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും നമ്മുടെ അസുഖങ്ങൾ മാറാനോ അല്ലാന്നുണ്ടെങ്കിൽ പട്ടിണിയോട് ഐക്യപ്പെടാനോ ലോകത്ത് പട്ടിണി കിടക്കുന്നതിൻ്റെ വേദന, ഇതിനൊന്നുമല്ല നോമ്പെടുക്കുന്നത്. നമ്മൾ അങ്ങനെ ഒരു വ്യാഖ്യാനം, നിർഭാഗ്യവശാൽ അത്തരമൊരു വ്യാഖ്യാനം കൊടുത്തതോട് കൂടിയിട്ട് യുക്തിവാദികളായ ആളുകൾ വരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഈ നോമ്പെടുത്ത് കഴിഞ്ഞാൽ ഡോക്ടർമാർ പറയുന്നുണ്ട്, ഇത്രയും ചൂടുള്ള സമയത്ത് നിങ്ങൾ ഇത്രയും മണിക്കൂറുകൾ വെള്ളം കുടിക്കാതിരുന്നാൽ പിന്നെ നിങ്ങളുടെ ആരോഗ്യം എന്തായിട്ട് മാറും? അതുകൊണ്ട് ഈ നോമ്പ് ശരിയല്ല. ഇപ്പോൾ നമ്മുടെ നോമ്പ് ആരോഗ്യത്തിന് വേണ്ടിയിട്ടോ അനാരോഗ്യത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല. നോമ്പ് കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. ബെനിഫിറ്റ് ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ. നമ്മളുടേത് ഉള്ളിലുള്ളത് എന്താണ്? ഒരു സമർപ്പണമാണ്. എന്ത് സമർപ്പണം? അള്ളാഹു പറഞ്ഞു, നമ്മൾ കേട്ടു. വേറെ അവിടെ ഇതൊരു ചോദ്യമല്ല. വളരെ പ്രസിദ്ധമായൊരു സൂഫിക്കഥയുണ്ട്. ആ സൂഫിക്കഥ ഇങ്ങനെയാണ്: ഒരു രാജാവ്, കോടികൾ വിലമതിക്കുന്ന വജ്രങ്ങളും രത്നങ്ങളുടെയൊക്കെ ശേഖരങ്ങളുടെ രാജാവ്, ഒരു ദിവസം പ്രധാനമന്ത്രിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ കോടികൾ വിലമതിക്കുന്ന കുറേ രത്നങ്ങളുണ്ട്, ഇനി അതിന് എത്രത്തോളം വിലയുണ്ടെന്ന് പറയാൻ കഴിയുന്നു. പ്രധാനമന്ത്രി ഇത് കണ്ടു പറഞ്ഞു, ഇതിന് ഒരു പക്ഷേ 200 കഴുതകളുടെ മുകളിൽ കൊണ്ടുവരാവുന്ന സ്വർണം എത്രയുണ്ടോ അത്രയും സ്വർണത്തിൻ്റെ മൂല്യമുണ്ടെന്ന് പറഞ്ഞു. ഒരൊറ്റ രത്നക്കല്ല് കാണിച്ചിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ രാജാവ് പറഞ്ഞു, എങ്കിലൊരു കാര്യം ചെയ്യും, നീ ആ രത്നക്കല്ലെന്ന് അടിച്ച് പൊട്ടിക്കാൻ പറഞ്ഞു. അത് എന്തെടുത്ത് ചുറ്റിക്കെടുത്ത് പോയി അടിച്ചു പൊട്ടിച്ചോ എന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി പറഞ്ഞു, ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, ഇത്രയും വില പിടിച്ചൊരു സാധനം ഞാൻ എങ്ങനെ പൊട്ടിക്കും? അത് ചെയ്യാൻ കഴിയില്ല രാജാവേ. വളരെ നന്ദിയോടെ പറയുന്നത്. അങ്ങനെ പിന്നെ ഗവർണറെ വിളിച്ചു. ഗവർണറോട് ഇതേ കല്ലിനെ ഗവർണർക്ക് കാണിച്ചപ്പോൾ ഗവർണർ പറഞ്ഞു, ഇത് ഈ രാജ്യത്തിൻ്റെ പകുതിയുടെ മൂല്യം ഇതിനുണ്ട്, ഇതിന് വിലമതിക്കാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇങ്ങനെ പൊക്കി പറയാം. അപ്പോൾ രാജാവ് വന്നൊരു കാര്യം ചെയ്യേ, നീ ഇതൊന്ന് പൊട്ടിച്ച കഷ്ണങ്ങളാക്കിക്കേ. അയ്യോ, ഇത് രാജ്യദ്രോഹമല്ലേ, അതൊന്നും ചെയ്യാൻ പറ്റൂല, കാരണം ഇത്രയും വില പിടിച്ച രാജാവിൻ്റെ ഒരു രത്നക്കല്ല് എങ്ങനെ പൊട്ടിക്കാനാണ്? അപ്പോഴാണ് ആ സൂഫി ഗുരു ആ നാട്ടിലുണ്ട്, അദ്ദേഹത്തെ വിളിച്ചു വരുത്തി. അദ്ദേഹത്തോട് ചോദിച്ചു, ഈ കല്ലിൻ്റെ വില എത്രയാണ്? അദ്ദേഹം പറഞ്ഞു, ഇതിന് വിലമതിക്കാൻ കഴിയില്ല, അത്രയും മൂല്യമുള്ളൊരു കല്ലാണ്, എങ്കിൽ ഈ കല്ലൊന്ന് അടിച്ചു പൊട്ടിച്ചതെന്ന് പറഞ്ഞു. പറഞ്ഞു കേട്ടത് മൂപ്പരൊരു ചുറ്റിക എടുത്തിട്ട് ആ രത്നക്കല്ല് അങ്ങോട്ട് അടിച്ചു പൊട്ടിച്ചപ്പോൾ കൊട്ടാരത്തിലുള്ളവരൊക്കെ ഞെട്ടി. എന്താ ഇപ്പം ഈ കാട്ടുന്നത്? എത്ര വില പിടിച്ചൊരു രത്നമാണ്, നീയൊക്കെ എന്തൊരു മനുഷ്യനാണോ എന്ന്. ഉടൻ തന്നെ അബൂ സൂഫി ഗുരുവിൻ്റെ മറുപടി, ഈ രത്നക്കല്ലിനേക്കാൾ മൂല്യമുണ്ട് നമ്മുടെ യജമാനനായ രാജാവിൻ്റെ വാക്കുകൾക്ക്. ആ രാജാവിൻ്റെ ആജ്ഞയാണത് പൊട്ടിക്കണം എന്നാണെങ്കിൽ ഞാൻ പൊട്ടിക്കും. എനിക്ക് ഈ രാജാവിൻ്റെ വാക്കിനോളം വിലയുള്ള മറ്റൊന്നുമില്ല. ഇതേ രീതിയിലുള്ളൊരു സമർപ്പണമാണ് നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ടത്. നമ്മുടെ യജമാനനായ അള്ളാഹു നമ്മളോട് പറയാണ്, നോമ്പെടുക്കാൻ പറഞ്ഞാൽ അത് ആരോഗ്യത്തിനാണോ, അത് ഡയബറ്റീസ് മാറാനാണോ, അത് ഗ്യാസ് മാറാനാണോ, ഇതൊന്നും നമ്മുടെ ലക്ഷ്യങ്ങളേ അല്ല. പല ആളുകളും യൂട്യൂബിൽ നോമ്പ് നോറ്റാൽ ഇത്രയും ബെനിഫിറ്റ് ഉണ്ട്, കണ്ടില്ലേ, ശാസ്ത്രം പോലും ഇതിന് ശാസ്ത്രം നാളെ മാറ്റി പറഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യുക? അപ്പോൾ ഇത് പട്ടിണി കിടക്കുന്നത് ലോകത്തേതെങ്കിലും പട്ടിണി കിടക്കുന്നതോട് ഐക്യപ്പെടാനൊന്നും അല്ല. നമ്മളോട് അള്ളാഹു നോമ്പെടുക്കാൻ പറഞ്ഞോ, അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണോ അത് എന്നുള്ള ചോദ്യം അവിടെ ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? നോമ്പ് നോൽക്കും, നമ്മൾ സക്കാത്ത് കൊടുക്കും. വേറെ നിസ്കരിക്കുന്നത് യോഗയാണ്, അതിനൊരുപാട് ശാരീരിക പ്രത്യേകത ഉണ്ടായിക്കോട്ടെ. അള്ളാഹു റസൂൽ ഒരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിലും ഓക്കെ. നമ്മൾ വ്യാഖ്യാനിച്ചിട്ട് നമ്മൾ അത് പറഞ്ഞ് ഇത് കണ്ടുപിടിച്ചിട്ടൊക്കെ പറയുമ്പോൾ നാളെ അതിനപ്പുറം കണ്ടുപിടിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ പറയുക? പലപ്പോഴും
മുസ്ലിം ആളുകളായ ആളുകൾ സ്കോളേഴ്സൊക്കെ ഈ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടാണ് ഈ എന്താ പറയുക എക്സ് മുസ്ലിങ്ങളായ ആളുകൾ ഉണ്ടാവണ തന്നെ. അവർ നാളെ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ ഇത്രയും നേരം പട്ടിണി കിടന്നിട്ട് നിങ്ങളുടെ ശരീരത്തിന് ഇന്ന ബെനിഫിറ്റുകൾ പ്രശ്നങ്ങളുണ്ട്, ഇന്ന ദോഷങ്ങളുണ്ട്, അതുകൊണ്ട് നോമ്പെടുക്കുന്നത് പടച്ചോൻ ഇഷ്ടപ്പെടൂല എന്ന്. കാരണം നമ്മൾ നോമ്പെടുക്കുന്നതിൻ്റെ ഗുണമായിട്ട് കാണുന്നത് ലഅല്ലക്കും തത്തക്കൂൻ, നിങ്ങൾ ഭക്തിയുള്ളവരായേക്കും എന്ന കാരണമല്ല, നമ്മൾ ശാരീരിക കാരണം, നമ്മൾ മാനസിക ഉല്ലാസം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു ഗുണമില്ലെങ്കിലും എൻ്റെ പടച്ച റബ്ബ് നോമ്പെടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ, ഞാൻ നോമ്പെടുക്കും. ഈ രീതിയിലുള്ളൊരു ഇതാണ് മുസ്ലിം എന്ന് പറയുന്നത്. നിങ്ങൾ നിസ്കാരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതായത് സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കാൻ നിങ്ങൾ എങ്ങനെയാണ് നിസ്കാരം കണ്ടത് അതേപോലെ നിങ്ങൾ നിസ്കരിക്കുക. ഇത് പറഞ്ഞ ഹബീബായ റസൂലുള്ളാഹ്. ഹജ്ജിനെ കുറിച്ച് പറഞ്ഞെന്താ, എന്താണോ ഹജ്ജിൻ്റെ ആരാധനകൾ ഞാൻ ചെയ്തത് അതുപോലെ ചെയ്യുക. നമ്മളിപ്പോൾ കഅബ തവാഫ് ചെയ്യുമ്പോൾ എങ്ങോട്ട് ചെയ്താൽ എന്താ ഇപ്പോൾ ഈ ജംറകളിൽ കല്ലെറിയാൻ, അതിപ്പോൾ അറഫയെ പോയിട്ട് ചെയ്തൂടെ? അറഫയെ പോയിട്ട് വെറുതെ ഒരു നിൽക്കൽ. എന്നാൽ ഇപ്പം എന്താ അറഫയെ കയറാത്തത്? ഈ യുക്തിക്കും ഇതിനൊന്നും സ്ഥാനമില്ല. അവിടെ റസൂലുള്ളാഹ് അള്ളാഹു എന്താണ് പറഞ്ഞത് അതങ്ങനെ ചെയ്യും. ഇതാണ് ഒരു യഥാർത്ഥ വിശ്വാസിട്ടാ. അപ്പോൾ നമ്മൾ നോമ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും ഈ ആരോഗ്യത്തിനെ ഹെൽത്ത് ടിപ്പായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഒരിക്കലും ഹെൽത്ത് ടിപ്പായിട്ട് കാണേണ്ട ഒന്നല്ല. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഖുർആൻ്റെ ഒരു വചനങ്ങൾ ശ്രദ്ധിച്ചോ, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ഭക്തിയുള്ളവരായേക്കും. അപ്പോഴും അള്ളാഹു ഉറപ്പ് തരുന്നില്ല. നമ്മൾ പലപ്പോഴും നമ്മൾ തറാവീഹ് നിസ്കരിച്ചാൽ ഇത്ര പുണ്യം, ഇതൊക്കെ ചില ഹദീസുകളിലെ ഈ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ചില തുടക്കക്കാർക്ക് ചില ആകർഷണീയതയ്ക്ക് വേണ്ടിയിട്ട് ചില പ്രതിഫലങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. നമ്മളിപ്പോഴും അതിന്മ നിൽക്കുകയാണ്. നമ്മളിപ്പോഴും ആ പ്ലാറ്റ്ഫോമിലാണ്. നമ്മൾ ആ ട്രാക്കിലേക്ക് നമ്മൾ ട്രെയിൻ കയറി, നമ്മൾ ആ വന്ദേ ഭാരത് കയറിയാൽ അതിൻ്റെ ഉള്ളിലെ AC ഒക്കെ ഇരിക്കുമ്പോഴാണ് അതിലൊരു സുഖം കിട്ടുക. ട്രാക്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ഇങ്ങനെ വിലയിരുത്തിയിട്ട് കാരണം പോലെ പ്രതിഫലത്തിനപ്പുറം നമ്മൾ പടച്ചോനെ മോഹിക്കുന്നൊരു ആരാധനയിലേക്ക്, അതാണ് ശരിക്കുള്ളൊരു നോമ്പ്. നിർഭാഗ്യവശാൽ നമ്മളിങ്ങനെ തൊഴിലാളികളാണ്. ആരെ തൊഴിലാളി? കൂലി വാങ്ങാൻ നിൽക്കുന്ന പടച്ചോൻ്റെ തൊഴിലാളികൾ. ഈ ഒരു കൺസെപ്റ്റ് എവിടെ നിന്ന് വന്നതാണ്? ഈ ഒരു കോൺസെപ്റ്റ് ശരിയല്ല. നമ്മൾ അള്ളാഹുവിൻ്റെ സ്നേഹത്തിൻ്റെ അടിമകളാണ്. നമുക്ക് പ്രതിഫലം ചോദിക്കാനോ ആഗ്രഹിക്കാനോ അർഹതയില്ല. നമ്മൾ ആ യജമാനെ സംതൃപ്തിപ്പെടുത്തുക. നമ്മുടെ ആരാധനകൾ കൊണ്ടാണ് നമ്മൾ സ്വർഗം നേടുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ യജമാനായ പടച്ച റബ്ബിൻ്റെ മഹ്ള് ഫദല് കൊണ്ട്, കാരുണ്യം കൊണ്ടല്ലേ അള്ളാഹ് തീരുമാനിക്കുകയാണ്. അള്ളാഹ്ക്ക് ഇപ്പോൾ നമ്മളൊക്കെ നിസ്കരിച്ചത് കൊണ്ട് എന്തെങ്കിലും അള്ളാഹിൻ്റെ ശക്തി കൂടുമോ? ഈ ലോകത്തുള്ള സർവ്വരും അള്ളാഹിനെ അനുസരിക്കാത്തവരായാൽ അള്ളാഹിൻ്റെ ശക്തി കുറയോ? ഇത് രണ്ടും സംഭവിക്കാത്ത ഒരാളാണ് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ആരാധനകൾ കൊണ്ടോ നമ്മുടെ നോമ്പ് കൊണ്ടോ നമ്മുടെ സക്കാത്ത് കൊണ്ടോ ഒന്നും അല്ല നമ്മൾ സ്വർഗ്ഗത്തിൽ പോണത്. ഇത് പടച്ച റബ്ബിൻ്റെ ഒരു കാരുണ്യമാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ തൊഴിലാളികളായിട്ട് ഈ പ്രതിഫലത്തിന് ഇങ്ങനെ കാത്തിരുന്നുണ്ട്. ഈ തറാവീഹ് ഈ നിസ്കാരത്തിൽ ഇത്ര പുണ്യമുണ്ട്, ഇങ്ങനെ നോമ്പ് നോക്കിയാലേക്ക് ഇങ്ങനെ പുണ്യമുണ്ട്. നമ്മളിങ്ങനെ കൂലി കാത്തിരിക്കുന്ന വെറും ഒരു കൂലി തൊഴിലാളികളാവരുത്. മറിച്ച് നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാകുമ്പോൾ പറഞ്ഞാൽ അത് ചെയ്യുക, അത് അള്ളാഹ് നൽകും. നമ്മൾ അള്ളാഹിൻ്റെ ശരിക്കുള്ള അടിമകളാണെങ്കിൽ നമ്മുടെ കാര്യം അള്ളാഹു നോക്കും. നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ഒരു ആശ്രിതനായിട്ട് കഴിയുന്ന ഒരാളെ ആ മുതലാളി നോക്കുമല്ലോ. അതല്ലേ അതിൻ്റെ ഒരു രീതി. കുറേ കാലം ഒരാളെ വീട്ടിൽ ആശ്രിതനായി നിന്നാൽ നമ്മളെന്താ പറയുക, നമ്മൾ അവിടുത്തെ ആളാണെന്ന് പറയും. നമ്മൾ അള്ളാഹിൻ്റെ ആളുകളാവണത് എപ്പോഴാണ്? നമ്മൾ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്നവരായിട്ട് മാറണം. അപ്പോൾ നമ്മുടെ നോമ്പ് ഈ രീതിയിലാവണം. നമ്മുടെ നോമ്പ് ആരോഗ്യത്തിന് വേണ്ടിയിട്ടോ ഡയബറ്റീസ് മാറാനോ പ്രമേഹം മാറാൻ ഒന്നിനും നമ്മൾ ഹെൽത്തി ടിപ്സ് അല്ല നമ്മുടേത്. ലഅല്ലക്കും തത്തഖൂൻ, നമ്മൾ ഭക്തിയുള്ളവരാവാൻ വേണ്ടി ഈ രീതിയിലാണ് നമ്മുടെ നോമ്പ് വേണ്ടത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നോമ്പിനെക്കുറിച്ചുള്ള ഒരു സൂഫി കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം. അതോടൊപ്പം ഇതുപോലെയുള്ള വീഡിയോകളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഇത് സാധാരണ നമ്മൾ പറയുന്ന ഒരു സബ്ജക്റ്റ് അല്ല, നിങ്ങൾ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പരമാവധി നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റമദാൻ വിശേഷ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.